മാഡം നമസ്കാരം. ഇരിക്കൂ. നമസ്കാരം. താങ്ക് യു. ഈവനിങ് ന്യൂസിലേക്ക് മാഡത്തിന് സ്വാഗതം. താങ്ക് യു. മാഡം, ഇന്നത്തെ ദിവസം നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഇന്റർവ്യൂല് ഇരിക്കുന്നത്. കാരണം മാഡത്തിന് അറിയാലോ, മൈ ഫൈറ്റ്. മാഡത്തിന്റെ ഈ പരാജയത്തെ മാഡം എങ്ങനെ നോക്കി കാണുന്നു? പരാജയം അതെനിക്ക് വളരെ വിഷമം. ഞാൻ ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി നൽകിയത്. എന്നിട്ടും അവരെന്നെ ദയനീയമായി തോൽപ്പിച്ചു. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് മാഡം ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നത്? ഞാൻ വന്നാൽ കാർഷിക വായ്പ എഴുതി തള്ളുമെന്ന് പറഞ്ഞു. പോരാതെ ഭവന വായ്പ എഴുതി തള്ളുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ എടുത്ത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വിദ്യാഭ്യാസ വായ്പയും എഴുതി തള്ളുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് കാര്യം? ഒന്നും നടന്നില്ല. വാഗ്ദാനങ്ങളെല്ലാം ഒരു തള്ളലിലാണല്ലോ അവസാനിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇതെല്ലാം വെറും തള്ളൽ മാത്രമാണെന്ന്. അതെ, പിന്നീട് എനിക്കും അത് തോന്നി. കറക്റ്റ്, അതായിരുന്നു വേണ്ടിയിരുന്നത്. എന്താ ചെയ്യാം? ഏതെങ്കിലും ഒരു വായ്പ മാത്രം എഴുതി തള്ളാം എന്ന് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല.